നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ഷോർട്സിലൊക്കെ ഞാനൊരു വൈഗ എന്ന് പറയുന്ന ചീരയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് വൈഗ ചീര. അത്യാവശ്യം നമുക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി ചീര കൃഷി ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് സെലക്ട് ചെയ്യാവുന്നൊരു ചീരയുടെ ഇനമാണ് വൈഗ എന്ന് പറയുന്നത്. ഇത് മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ച വിത്താണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഗോമൂത്രം ഒക്കെ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം പെട്ടെന്ന് തന്നെ ശിഖരം, അതായത് ഇതിൻ്റെ ഗോമൂത്രം കൊടുത്തുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും ഇത് പകുതി സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ശിഖരങ്ങൾ, ചെനപ്പുകൾ പൊട്ടിത്തുടങ്ങും. ഏകദേശം ഒരു 3 ചീര വയ്ക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 400 ഗ്രാമിന് പുറത്ത് വെയിറ്റ് വരും. നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് വൈഗ എന്ന് പറയുന്നത്. അത്യാവശ്യം കളറും കിട്ടും. കൂടാതെ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് പാവലിൻ്റെ വരമ്പിന് സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാവൽ പന്തൽ നിറഞ്ഞ് മുകളിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചീര വിളവെടുത്ത് കൊടുക്കാൻ കഴിയും. നമ്മൾ പാവൽ കൃഷി ചെയ്തിരിക്കുന്ന, അത്യാവശ്യം ഏതൊരു വിള ചെയ്താലും നമ്മൾ കഴിവതും പയറായാലും പാവലായാലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ചീരയും ഉറപ്പായിട്ടും നടണം, സ്ഥലം വേസ്റ്റ് കളയാതെ. കാരണം നമുക്കത് വിറ്റ് കഴിയുമ്പോൾ പാവൽ വിളവെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചീര വിളവെടുക്കാൻ സാധിക്കും. അതായത് അതുവരെ പാവലിന് ചിലവായ എമൗണ്ടിൻ്റെ ഒരംശം നമുക്ക് ചീരയിൽ നിന്ന് തന്നെ തിരിച്ച് കിട്ടും. അപ്പോൾ വലിയ നഷ്ടം ഉണ്ടാവില്ല. ഇത് ഏറ്റവും ചെറിയ ചീരയാണ്. അതിനകത്ത് വന്നിരിക്കുന്ന ചെനപ്പാണ് ഈ കാണുന്നത്. ഒരുപാട് ശിഖരങ്ങൾ